നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഡിവിഷൻ 6 ചാലക്കലിൽ നാട്ടുചന്തയൊരുക്കി വാർഡ് വികസന സമിതി. നാടിന്റെ ഒരുമ ഉണ്ടാവുന്നതിനും ഇടനിലക്കാർ ഇല്ലാതെ നേരിട്ട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ടിയാണ് ഡിവിഷൻ 6 ചാലക്കലിൽ നാട്ടുവാണ്യം എന്ന പേരിൽ നാട്ടുചന്ത സംഘടിപ്പിച്ചത്. നാട്ടുചന്ത എന്ന ആശയം നമ്മുടെ നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഇവിടെ നാട്ടുചന്ത എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ആണ് ഈ പരിപാടി. ഇവിടെ നമ്മുടെ നാട്ടിലെ നാട്ടുകാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്ന് വിപണനം നടത്തുക എന്നുള്ളതാണ്. നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ മീഡിയേറ്റർ ഇല്ലാതെ, ഇടത്തട്ടുകാരില്ലാതെ നേരിട്ട് വിഷമയമല്ലാത്ത പച്ചക്കറി സാധനങ്ങളും പലചരക്ക് സാധനങ്ങളും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും പാല് ഉൾപ്പെടെയുള്ള കോഴിമുട്ട ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇന്ന് ഈ വിപണനം നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരാശയമാണ്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന വലിയൊരാശയം. ആശയത്തിൻ്റെ ഭാഗമായി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം എല്ലാ ഡിവിഷനിലും ഇത് മാതൃകയാക്കിക്കൊണ്ട് നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സന്ദേശം നമ്മളെല്ലാ ഡിവിഷൻ കൗൺസിലർമാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കാൻ, മാർക്കറ്റ് വില ലഭിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് തന്നെ വലിയ സന്തോഷത്തോടു കൂടി തങ്ങളുടെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമായി എന്നുള്ളൊരു ആശ്വാസവും, വാങ്ങുന്ന ആളുകൾക്ക് ഇത് വിഷമയമല്ല, നല്ല സാധനമാണ് എന്ന രീതിയിൽ മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പകൽ വീട്ടിൽ വെച്ച് കാലത്ത് 10 മുതൽ 12 വരെയാണ് ചന്ത നടക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ പരിപാടി ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ MM മഹേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK സേതുമാധവൻ, VV പാപ്പച്ചൻ, KK തങ്കം, മാഗി സൈമൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. KK ജയപ്രകാശ് സ്വാഗതവും EK കുമാരൻ നന്ദിയും പറഞ്ഞു.